സൂ ഫ്രം സോ ഇതൊരു റെയർ ബ്രീഡാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ. ഇതുപോലുള്ള സിനിമകൾ മലയാളത്തിൽ വിതരണത്തിന് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളികൾ ഈ സിനിമ ഏറ്റെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്, ഇത് സിനിമ കണ്ടിട്ടായിരിക്കുമല്ലോ ഒരു വിതരണത്തിന് എടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കാണിച്ചാൽ ഹാറ്റ്സ് ഓഫ്. എന്തായാലും ഹൗസ്ഫുള്ളായിട്ടാണ് ഈ സിനിമ ഇരുന്ന് കണ്ടത്. ഹൗസ്ഫുൾ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന ആളുകൾ സിനിമ കാണുന്നതെന്ന് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എൻ്റെ ഒപ്പീനിയൻ പറയുന്നതിന് മുന്നേ ഈ സിനിമയായിട്ട് കോട്ട് ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും കാണും വളരെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ഒരു വോയിസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ നല്ലതുപോലെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവരൊരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യും. എന്നാൽ അങ്ങനെയുള്ള ഒരാൾ നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഓരോരോ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു അറ്റ് സി കണ്ടീഷനിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോയി, ഈ സമയത്ത് ആ ആൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മളെ തിരിച്ചറിഞ്ഞതിനെ, നമ്മളെ മനസ്സിലാക്കിയതിനെ, നമുക്കൊരു ഷീൽഡായിട്ട് നമുക്ക് മുന്നിൽ അവർ നമുക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ടെന്നുള്ള നിലയിൽ മുന്നിൽ നിന്നനെ. ഇല്ല, ഇങ്ങനെ ഒരാൾ നിങ്ങളുടെയും ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും. എന്നാൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു, അതെൻ്റെ അമ്മയായിരുന്നു, ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ പല രംഗങ്ങളും എനിക്ക് വളരെയധികം റിലേറ്റബിൾ ആയിരുന്നു. ഇത് ഞാൻ സിനിമ സ്പോയിൽ ചെയ്യാനൊന്നും പറഞ്ഞതല്ല, പക്ഷേ എങ്കിൽ ഇത്രയും നമുക്കൊരു ഇൻഡയറക്റ്റ് വേയിൽ ഈ സിനിമയെക്കുറിച്ച് പറയാം. ഈ സിനിമ ഒരു ഭയങ്കര ഗംഭീര സിനിമയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കര ബിഗ് ബഡ്ജറ്റും പരിപാടിയും ഒന്നുമല്ല, വലിയ ആക്ടേഴ്സും ഒന്നുമല്ല. ഇതിൽ രാജ് പി ഷെട്ടീനെ മാത്രമാണ് ഞാൻ നേരത്തെ കൂട്ടി കണ്ടിട്ടുള്ളത്. പിന്നെ കാന്താരയുടെ ആ ഒരു ലോകം പോലുള്ള ഒരു വില്ലേജ് തന്നെയാണ്. ഏതാണ്ട് എക്കോസിസ്റ്റം വൈസ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനി കോപ്പിയാണ്. കർണാടകയിലുള്ള ഒരുവിധമുള്ള സ്ഥലങ്ങളെല്ലാം, ഈ മല ഏരിയകളൊക്കെ നമ്മുടെ നാടുമായിട്ട് വളരെയധികം സാമ്യം തോന്നുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത് കണ്ട കന്നഡ സിനിമകളിലൊക്കെ ഇത് ശരിക്കും കേരളത്തിൻ്റെ പശ്ചാത്തലമാണെന്ന് എന്നെ തോന്നിപ്പിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ JP തുമിനാട് പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് അദ്ദേഹം ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ടറാണ്. പിന്നെ പ്രൊഡ്യൂസർ രാജ് പി ഷെട്ടിയാണെന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. സിനിമയുടെ ടൈറ്റിലിൽ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ലൈറ്റർ ബുദ്ധ. അവരുടെ കോൺസെപ്റ്റ്, അവരുടെ ഒരു പ്രസൻറ്റേഷൻ, അവരുടെ ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിങ് എല്ലാം വളരെ ഒരു ഡിഫറെൻ്റാണ്. ആ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ സിനിമകളിലൊക്കെ പെട്ടെന്ന് അങ്ങ് അട്രാക്റ്റഡ് ആവുന്നത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഡബ്ബിങ്ങും വളരെ പെർഫെക്റ്റാണ്. അപ്പോൾ അതിനും ഹാറ്റ്സ് ഓഫ് ടു ദ എൻറ്റയർ ക്രൂ ബിഹൈൻഡ് ഡബ്ബിങ് പ്രോസസ്സ്. അപ്പോൾ അതിന് നല്ല ടീമിനെ വെച്ചതിനും ദുൽഖർ സൽമാനിനൊരു ഹാറ്റ്സ് ഓഫ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു കോൺസെപ്റ്റ് തന്നെ പല കന്നഡ സിനിമകളുടെ ആ ഒരു വെറൈറ്റി അവതരണം കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ത്രെഡൊക്കെ കാണുമ്പോൾ തന്നെ ഇത് വല്ല ഇംഗ്ലീഷ് സിനിമകളൊന്നും അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നതാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. ഇതൊക്കെ അവർ തന്നെ അതിൽ ഒരു റൈറ്ററും ഡയറക്ടറുമായിട്ടുള്ള ഒരാളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ആശയത്തിന് അവരങ്ങനെ എക്സ്പാൻഡ് ചെയ്തൊരു സിനിമയാക്കുന്നതാണ്. അപ്പോൾ അതിലൊരു നല്ല ടീമിൻ്റെ, ഇപ്പോൾ ഷെട്ടി തന്നെ നമുക്കറിയാം, അവരെല്ലാവരും ഒരു ടീമപ്പായിട്ടൊക്കെയാണ് പല സിനിമകളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്കകത്തും അങ്ങനെ ഒരു നല്ല ടീം വർക്കുണ്ട്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കുറേ തമാശകളും കുറേ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സും, ഒരു ഹൊറർ ജോൺറ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എങ്കിലും കുറേ ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് തരും. അവസാനം വരെ അതിൻ്റെ ഒരു സസ്പെൻസ് അവർ വെച്ചിട്ടുണ്ട്. കാരണം അവസാനം ഇനി ഇതൊരു റിയൽ ഹൊററിലോട്ട് ട്രാൻസ്ഫോം ആകുമോ എന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെ സിനിമയിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ആ ഹൊറർ എന്ന് പറയുന്ന ഒരു ലെയറായിട്ടിരിക്കുന്നെങ്കിലും പക്ക കോമഡിയാണ്. അതായത് ഒരു ഗ്രാമത്തിൽ ഉള്ള ആളുകളുടെ കുറേ കോമഡികൾ, അത് സ്ലാപ്സ്റ്റിക് ഉണ്ട്, ഡയലോഗ് ഡെലിവറിയിലുള്ള കോമഡികളുണ്ട്, എല്ലാം കൂടെ ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു പെർഫെക്റ്റ് സിങ്കാണ്. ഇനി ഒരുപക്ഷെ കന്നഡ നമുക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ കന്നഡ വേർഷൻ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും അത് എടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒട്ടും അതിൻ്റെ കോമഡി ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ ഇതിൻ്റെ തിരക്കഥ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് അത് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ സിനിമയിൽ പാട്ടുകൾക്കൊരു നല്ല റോളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക് സുമേദ് കെ, അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ ചന്ദ്രശേഖർ, നിതിൻ ഷെട്ടി എഡിറ്റർ. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സിനിമയാണ്. അത് പല നല്ല കന്നഡ സിനിമകളും സിമ്പിൾ തന്നെയാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വൈസ് നോക്കിയാലും വളരെ ഒരു സ്കെയിലൊന്നും നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫീൽ ചെയ്യത്തില്ല. പക്ഷേ അവർ സെർവ് ചെയ്ത സാധനം നമ്മൾ ഇന്ന് വരെ എങ്ങൊന്നും കണ്ടിട്ടുണ്ടാകത്തില്ല. അതാണ് അവരുടെ ഒരു വെറൈറ്റി. അപ്പോൾ ആ ഒരു വെറൈറ്റി സ്റ്റഫ് പിടിച്ചിരിക്കുന്നതാണ് ഈ സിനിമ കേരളത്തിൽ പോലും ഹൗസ്ഫുള്ളായിട്ട് ഓടാനുള്ള കാരണം. അതായത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ത്രെഡാണിത്. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ത്രെഡ് ആരുടെ തലയിൽ ഉദിച്ചാലും ഹാറ്റ്സ് ഓഫ്, ഒന്നും പറയാനില്ല. വൺ ആൻഡ് ഓൺലി ഫിലിം സൂ ഫ്രം സോ.
അപ്പോൾ ഈ സിനിമ എനിക്ക് വർക്കായോ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതെനിക്ക് വർക്കല്ല, ഇതെനിക്കൊരു റെഫറൻസാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സിനിമ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്ററുടെ മനസ്സിലിരിക്കുന്ന സാധനമാണ്. അതിനകത്ത് ആക്ടേഴ്സൊക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഓരോരുത്തരെ സങ്കല്പിച്ച് ഇത് ഇന്ന ആൾ ചെയ്താൽ ഇന്ന രീതിയിലായിരിക്കും എന്നുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ വലിയൊരു ഗംഭീര ആക്ടർക്കോ അല്ലെങ്കിൽ വലിയ ബഡ്ജറ്റിനോ ഒന്നും ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളത് ഈ സിനിമ വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു വെച്ച് തരികയാണ്. നല്ലൊരാശയമുണ്ട്, അത്യാവശ്യം നല്ലൊരു ടീമും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമ എടുക്കാം. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് നാടക കലാകാരന്മാരുണ്ട്. ഇപ്പോൾ പൊതുവേ ക്ഷേത്രങ്ങളിലൊക്കെ നാടകം പണ്ട് അരങ്ങേറുമായിരുന്നു. എൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ നാടക കോമ്പറ്റീഷൻസ് നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു സംഭവം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നാടക കലാകാരന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു റെഫറൻസായിട്ട് വെച്ചുകൊണ്ട് ഇതുപോലുള്ള കോൺസെപ്റ്റ്സ് എടുത്ത് നല്ല കുഞ്ഞു കുഞ്ഞു സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് വലിയ ആക്ടേഴ്സിൻ്റെ ഒന്നും ഒരു സപ്പോർട്ടും വേണ്ടി വരത്തില്ല. അത്യാവശ്യം നന്നായിട്ട് സിനിമ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ പിടിക്കണം. എന്നുവെച്ചാൽ ഇതിൻ്റെ ത്രെഡല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതുപോലുള്ള ചിന്തിച്ചൊരു ത്രെഡ് കണ്ടുപിടിക്കുക, അതിനെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിനിമ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നാടകത്തിലുള്ള കലാകാരന്മാരെന്ന് പറഞ്ഞാൽ നല്ല ഇരുത്തം വന്ന ആക്ടേഴ്സാണ്. അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിനിമകൾ നിരവധി മലയാളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പെട്ടെന്ന് ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ളൊരു കാര്യമാണ് ഓടിയത്. അപ്പോൾ എന്തായാലും അതും കൂടെ ഞാൻ നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്കറിയാം, മനസ്സറിഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. അതെല്ലാം നമ്മളെ കൂടുതൽ ഹെൽത്തി ആക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോയിരുന്ന് കുറേ ചിരിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ടിക്കറ്റ് നിയർ ബൈ തിയേറ്റേഴ്സിൽ ബുക്ക് ചെയ്തോളുക, പോയിരുന്ന് ആസ്വദിക്കുക. കൊച്ചു കുട്ടികൾക്ക് പോലും ഇരുന്ന് അങ്ങനെ ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ എന്തായാലും സിനിമ എനിക്ക് 100% വർക്കായതുകൊണ്ട് ഞാനിതിന് ഫുൾ മാർക്സ് 10 out of 10 തന്നെ റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.